ഇക്കുറി ആദ്യം വിജയിക്കുന്നവരുടെ പേരുകളിൽ ഒന്ന് KT ജലീൽ എന്നായിരിക്കും. മലപ്പുറം സുൽത്താന്റെ സൈബർ പോരാളികളുടെ തലവൻ. ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കാണുമ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നും. കാരണം എന്താണെന്നറിയോ? തോറ്റത് കേരളത്തിലെ കൊച്ചാപ്പയാണ്, മലപ്പുറത്തെ സുൽത്താനാണ്, സൈബർ പോരാളികളുടെ നേതാവാണ്. ആ നേതാവാണ് തോറ്റത്. 8 നിലയിൽ തവനൂരിൽ പൊട്ടിയത് KT ജലീല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എണ്ണുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സൈബർ പോരാളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിരന്തരമായിട്ട് ആ സൈബർ പോരാളിയുടെ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സൈബർ പോരാളി പറഞ്ഞത് ഇക്കുറി ആദ്യം വിജയിക്കുന്നവരുടെ പേരുകളിൽ ഒന്ന് KT ജലീൽ ആയിരിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇക്കുറി ആദ്യം തോറ്റ വ്യക്തി, ഏറ്റവും ആദ്യം തോറ്റ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ ഉടനീളം ഏറ്റവും ആദ്യത്തെ നമ്പർ 1 വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് KT ജലീലാണെന്നാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം, വോട്ടെണ്ണി തുടങ്ങി ഒരു 5-6 ഘട്ടം, 6ാം ഘട്ടം വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, ജനവികാരം അംഗീകരിക്കുന്നു, VS ജോയിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മെയ് 4-ാം തീയതി 11:30 മണിക്ക് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് KT ജലീല. ബാക്കിയുള്ളവരെല്ലാം തെരഞ്ഞെടുപ്പ് റിസൾട്ട് പൂർണ്ണമാകുന്നത് വരെ, അവസാന റൗണ്ട് എണ്ണിക്കഴിയുന്നത് വരെ കാത്തിരുന്നപ്പോഴും KT ജലീലിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. 6ാം റൗണ്ട് ആയപ്പോഴേക്കും ആട് ജലീൽ എന്താക്കി? ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, പരാജയം സമ്മതിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് രംഗത്ത് വന്ന്. എന്ന് പറഞ്ഞാൽ സൈബർ പോരാളികൾ പറയും പോലെ ആദ്യം വിജയിച്ചവനായിരുന്നില്ല KT ജലീൽ, മറിച്ച് ആദ്യം പരാജയം സമ്മതിച്ച വ്യക്തി അത് KT ജലീല. ഒരുപക്ഷെ KT ജലീൽ ആധികാരികമായിട്ട് പരാജയം സമ്മതിച്ചത് മെയ് 4-ന് 11 മണിക്കാണെങ്കിലും ജലീലിന് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജലീലിനൊരു കാര്യം അറിയാമായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചാൽ പൊട്ടും, 8 നിലയിൽ പൊട്ടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജലീൽ മാക്സിമം മത്സരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതൊക്കെ ജലീൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം നിർബന്ധങ്ങൾക്ക് വഴങ്ങി മത്സരിക്കേണ്ടി വരികയായിരുന്നു. കാരണം മലപ്പുറം ജില്ലയിൽ ജലീൽ ഇപ്പോൾ മത്സരിച്ചത് മലപ്പുറം ജില്ലയിലാണല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്വതന്ത്രരും അതുപോലെ പണച്ചാക്കുകളും മറുകണ്ഠം ചാടി വന്നവനും വിമതനും ഒക്കെ ആയിരുന്നു ഇവരുടെ സ്ഥാനാർത്ഥികൾ. അല്ലാതെ മലപ്പുറം ജില്ലയിൽ അവർക്ക് നേതാക്കന്മാരില്ലാണ്ടല്ല, പക്ഷെ മലപ്പുറം ജില്ലയിൽ മത്സരിക്കാൻ അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിൽ ഉള്ള നേതാക്കൾ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ എന്താ വഴി? പിന്നെ ഈ പറയുന്ന പണച്ചാക്കുകൾ അതാത് ഏരിയകളിൽ, വ്യവസായ മേഖലകളിൽ, കച്ചവടക്കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾ, ചില ജനങ്ങളുമായിട്ട് ചില ബന്ധങ്ങളുള്ള ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും ചാടിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന, നിങ്ങൾ നോക്കൂ, മങ്കടയിൽ ഇവർ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് ലീഗ് പുറത്താക്കിയ വ്യക്തി, അവിടെ CPM-കാരൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഈ ലീഗിൽ നിന്ന് മറുകണ്ഠം ചാടിയവൻ സ്ഥാനാർത്ഥിയായി പത്രിക കൊടുത്തു എന്ന് കണ്ടപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി അലവിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. എന്നിട്ട് പിന്തുണ ആ കുന്നത്ത് മയമിക്ക് കൊടുക്കുന്നു. ഇത് താനൂരിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ, മങ്കടയിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ തിരൂരിൽ അങ്ങനെ എന്ന് വേണ്ട എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു ഇവരുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ കുറച്ച് പ്രമാണികളായിട്ടുള്ള പണക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക. അല്ലാതെ അവർ കൊടി പിടിച്ചത് കൊണ്ടോ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കൊടി പിടിച്ച് വന്നതുകൊണ്ടോ ഇതൊന്നല്ല, പാരമ്പര്യമൊന്നുമല്ല, രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിട്ടൊന്നുമല്ല, മറിച്ച് എങ്ങനെയെങ്കിലും. അതിപ്പോൾ താനൂരിൽ നിങ്ങൾ നോക്കൂ, താനൂരിൽ ഇപ്പോൾ വലിയ അടി നടക്കുകയാണ്. കാരണം അവിടെ ഒരു പണച്ചാക്കിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി പണത്തിന് പ്രാധാന്യം നൽകി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആചാര്യൻ വിജയരാഘവനെതിരെ താനൂരിലെ ആൾക്കാർ ഇറങ്ങിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മലപ്പുറത്ത് പൊതുവായിട്ട് ഇവർക്ക് ഒരു സ്ഥാനാർത്ഥി ക്ഷാമം ഉള്ള നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് അതുകൊണ്ട് തന്നെ
കെ ടി ജലീൽ മത്സരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം കുറേ കളികൾ കളിച്ചു നോക്കി. ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഒന്ന് സമീപിച്ചു നോക്കി, അപ്പുറം സ്ഥാനാർത്ഥി ആക്കാം നിങ്ങൾ വരികയാണെങ്കിൽ സ്ഥാനാർത്ഥി ആക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ നടന്നില്ല. അതുപോലെ ഷാഫി ചാലിയം അവരെയൊക്കെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ നേതാക്കളെയൊക്കെ സമീപിച്ചു നോക്കി. എങ്ങനെയെങ്കിലും ഒന്ന് മറുകണ്ടം ചാടിക്കിട്ടിയാൽ തൽക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്നെങ്കിലും ആവുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി ക്ഷാമമുള്ള നാടായിരുന്നു മലപ്പുറം. അപ്പോൾ അവിടെ ഈ നിലവിൽ MLA ആയിട്ടിരുന്ന വ്യക്തി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടേക്ക് കൂടി ആളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയാണ് നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ട് പിന്നെ ജലീലിന് മത്സരിക്കേണ്ടി വന്നത്. അപ്പോൾ ആ ജലീൽ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വിജയം ഉറപ്പിക്കുന്ന ആൾ അത് ജലീലായിരിക്കുമെന്ന് പോരാളികൾ പറഞ്ഞാലും ജനം അത് പറഞ്ഞില്ല. പക്ഷേ കേരളത്തിൽ മത്സരിച്ച ആളുകളിൽ, പോരാളികളല്ല സ്ഥാനാർത്ഥിയായ ആളുകളിൽ ആദ്യം പരാജയം സമ്മതിച്ച വ്യക്തി അത് കെ ടി ജലീലായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ 6ാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോഴേക്കും ഫേസ്ബുക്കിൽ 11:30 മണി അല്ലേ, ഇപ്പം 8:30 മണിയായി. മെയ് 4 നിങ്ങൾ കണ്ടതല്ലേ? 8:30 മണിയായപ്പോഴാണ് ഇപ്പോൾ EVM മെഷീനിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങിയത്. 8 മണിക്ക് കൗണ്ടിങ് തുടങ്ങിയാലും ആദ്യം മറ്റേ നമ്മളെ തപാൽ വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകളായിരുന്നു ആദ്യം എണ്ണി തുടങ്ങിയത്. അത് കഴിഞ്ഞ് 8:30 ആയപ്പോഴാണ് നമ്മളെ മെഷീനുകളിലുള്ള വോട്ടുകൾ എണ്ണാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 11:30 ആകുമ്പോഴേക്കും ജലീൽ പറഞ്ഞു 6ാമത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ജലീൽ പറഞ്ഞു ഞാൻ തോറ്റു, ജനവിധി അംഗീകരിക്കുന്നു, ജോയിക്ക് അഭിനന്ദനങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ കേരളത്തിൽ 11:30 മണിക്ക് ആരെങ്കിലും തോൽവി സമ്മതിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ജലീല, അതിൽ നമ്പർ 1 ജലീല. അല്ലാതെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ജലീൽ ഇല്ല ഇപ്രാവശ്യം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജലീലാണെങ്കിലും ജലീലിൻ്റെ കൃമികീടങ്ങളാണെങ്കിലും പോരാളികളാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെണ്ണുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പും അവകാശവാദങ്ങൾക്കും വെല്ലുവിളികൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ജലീലിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പുറത്ത് പറയും എന്ത് ഇത് ശരിയാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും തെറ്റ് ചെയ്യുമ്പോഴും ഇത് തെറ്റാണ് എന്നുള്ളത്. അതുപോലെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് എണ്ണേണ്ടിയൊന്നും അവസ്ഥ അങ്ങനെ ഒരു ഘട്ടം വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ജലീലിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉറപ്പായിരുന്നു ഇത്തവണ പരാജയം ഉറപ്പാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ജലീൽ ആദ്യഘട്ടങ്ങളിലൊന്നും ഞാൻ മത്സരിക്കാനില്ല, മത്സര രംഗത്തേക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ്. പക്ഷേ കൃമികീടങ്ങൾക്ക് നാവിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അവകാശവാദങ്ങൾ, വെല്ലുവിളികൾ ഒന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കിടന്ന് മറിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളക്കുകയായിരുന്നു ഈ കൃമികീടങ്ങൾ. ഒരു കുറവ് ഒരു അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല, അത് നടക്കാൻ പോകുന്നതല്ല, അതൊരിക്കലും സംഭവിക്കുന്നതല്ല എന്ന് ഉറപ്പുണ്ടാവുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് പറയുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചളിപ്പ്, ഒരു ജാള്യത ഒക്കെ ഉണ്ടാകും. ഇവറ്റകൾക്ക് അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാ. അപ്പം എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് പാർട്ടി ക്ലാസ്സുകളിലെ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്ട്രോങ് ആണ്. ചെറിയ ഡോസൊന്നല്ല, എക്സ്ട്രാ സ്ട്രോങ് ഉള്ള ഡോസുള്ള മരുന്നുകളാണ്, ക്യാപ്സ്യൂളുകളാണ് ഇവറ്റകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതായിരുന്നു ഇവറ്റകളുടെ ഈ വെല്ലുവിളിയുടെ, അവകാശവാദങ്ങളുടെയൊക്കെ ഒരു ഊർജം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പം ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൂടുതലൊന്നും പറയാനൊന്നും തോന്നില്ല. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുമല്ലോ, എവിടെയെങ്കിലും ഒന്ന് പോകണം, ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കണം, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കണം, കൂടുതൽ ടെൻഷന്, കാര്യങ്ങൾ, ചിന്തകൾ, ഒന്നിനെക്കുറിച്ചുള്ള ഒരു ചിന്തകളൊന്നും ഉണ്ടാവരുത്, ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നൂലേ? അതുപോലെ അങ്ങനെ തോന്നുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കൃമികീടങ്ങളുടെ ചില വെല്ലുവിളികളും അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അത് കാണുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള റിലാക്സേഷൻ ഇതാ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടിരിക്കാം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവല് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള
ഒരു പ്രധാനപ്പെട്ട ഒരു കൃമികീടത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. ഇത്തവണ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം വിജയം ഉറപ്പിക്കുന്നത് KT ജലീലായിരിക്കും. പക്ഷെ അത് നേരെ തിരിച്ചിരുന്ന് സംഭവിച്ചത്. എന്ത്? ആദ്യം പരാജയം സമ്മതിച്ച വ്യക്തി, പരാജയം ഉറപ്പിച്ചത് എന്നല്ല, പരാജയം സമ്മതിച്ച വ്യക്തി 11:30 മണിയാകുമ്പോഴേക്കും ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പകുതി റൗണ്ട് പോലും എണ്ണി തീർന്നിരുന്നില്ല. ആകെ 6 റൗണ്ട് വോട്ട് എണ്ണിയപ്പോഴേക്കും ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സമ്മതിച്ച വ്യക്തി അത് KT ജലീലായിരുന്നു എന്നുള്ളതാണ്.